എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു RO വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് പോണത്. 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു RO വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. സ്ഥലം നമ്മുടെ തേലത്തുരുത്ത്, അതായത് മാഞ്ഞാലിക്ക് പോകുന്ന റൂട്ടിലാണ് ഈ സ്ഥലം വരുന്നത്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് സൈറ്റിൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അപ്പൊ നേരിട്ട് നമുക്ക് സൈറ്റ് വിടാം. അങ്ങനെ നമ്മൾ സൈറ്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പ്യൂരിഫയർ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പ്യൂരിഫയർ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെയാണ്. പ്രീ ഫിൽട്ടർ നമ്മൾ 2 പ്രീ ഫിൽട്ടർ കൊടുക്കുന്നുണ്ട്. ഒരു 5 മൈക്രോണിന്റെ സ്പൺ സെഡിമെന്റേഷൻ ഫിൽട്ടറും അതേപോലെ തന്നെ നമ്മുടെ ഒരു അയൺ റിമൂവറും. ഇത് രണ്ടും നമ്മൾ പുറത്താണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ അയൺ റിമൂവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അയൺ റിമൂവറും പ്രീ ഫിൽട്ടറും. ഇവിടെ നിന്ന് പ്രീ ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫിൽട്ടർ വാട്ടർ അകത്തേക്ക് നമ്മൾ ഇവിടെ ഒരു ഹോൾ അടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ട്യൂബ് ഇട്ട് അകത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വർക്ക് ഇവിടെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാനായിട്ട് നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഇവിടുന്ന് ടെസ്റ്റ് ചെയ്തപ്പോ റോ വാട്ടറിന്റെ pH ലെവൽ നമുക്ക് അസിഡിക് ആയിരുന്നു, അറൌണ്ട് 4 ആയിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ അത് തന്നെയാണ് കാണിക്കുന്നത്. ഈ കളർ ഇൻഡിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇതിന്റെ ഈ പ്രൊഡക്റ്റിന്റെ pH വാല്യൂ നമുക്ക് നോക്കാം. അപ്പൊ pH കൂട്ടാനായിട്ട് നമ്മൾ ഇതിൽ ആൽക്കലൈൻ ഫിൽട്ടർ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൽക്കലൈൻ ഫിൽട്ടറുകൾ നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം വെള്ളത്തിന്റെ pH നോർമൽ ആയോ അല്ലെങ്കിൽ എബോവ് 7 മേലെ എബോവ് 7 ആണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഇപ്പൊ ഗ്രീൻ കളറായി. നമ്മൾ നേരത്തെ കണ്ടത് ഒരു റെഡിഷ് കളറായിരുന്നു, അതായത് അസിഡിക് ആയിരുന്നു വെള്ളം. ഇപ്പൊ ഇത് ഗ്രീനിലേക്ക് വന്നു. ഗ്രീനിലേക്ക് വരുമ്പോൾ ന്യൂട്രൽ, അതായത് എബോവ് 7 ആയിരിക്കുള്ളൂ. ഇതിപ്പോ നമുക്ക് ഇതിന്റെ കളർ കമ്പാരിസൺ നോക്കിയാണ് നമുക്ക് pH വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മുടെ ഈ റെഡ് കളറായിരുന്നു, അപ്പൊ നമുക്ക് അസിഡിക് ആയിരുന്നു. ഇപ്പൊ ന്യൂട്രൽ, നമുക്ക് ആവശ്യമുള്ള ന്യൂട്രൽ റേഞ്ചിലേക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത് വെള്ളം. അതായത് നമ്മൾ ഈ ആൽക്കലൈൻ ഫിൽട്ടർ ഇട്ടതിന് ശേഷമുള്ള പ്രൊഡക്റ്റിന്റെ pH വാല്യൂ ആണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് നോർമൽ pH ലേക്ക് നമ്മളുടെ വെള്ളം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫിൽറ്ററിന്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്യൂരിഫയർ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇവിടുത്തെ ഗൃഹനാഥയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം.
ആ വെള്ളത്തിന്റെ ഹാർഡ്നെസ്സും ഒക്കെ മാറി ഒരു നല്ലൊരു സോഫ്റ്റ്, നമ്മളൊരു പണ്ടത്തെ രീതിയിൽ നമ്മളൊരു അക്വഫിനോ വാട്ടർ ഉണ്ട്, മിനറൽ വാട്ടർ നമ്മളെ ആദ്യത്തെ കാലത്ത് ഇറങ്ങിക്കുന്ന ഒരു വെള്ളമുണ്ട്, ആ വെള്ളത്തിന്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അതായത് നമുക്ക് നേരത്തെ കുടിച്ച ആ ഒരു ഫീലിംഗ് അല്ല, സോഫ്റ്റ്നെസ് ഉണ്ട്. പിന്നെ നമുക്ക് ചിലപ്പോ പെട്ടെന്ന് ഈ പറഞ്ഞ യൂസ്ഡ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അത് പെട്ടെന്ന് അത് വ്യത്യാസം കാണുന്നുണ്ട്. കാരണം നേരത്തെ നമ്മള് അസിഡിക് വാട്ടർ ആയിരുന്നു നമ്മൾ നേരത്തെ കഴിച്ചോണ്ടിരുന്നത്, പക്ഷെ ഇപ്പൊ അത് ന്യൂട്രലിലേക്ക് വന്നു. എബോവ് ന്യൂട്രൽ ആണ് ഇപ്പൊ, അതായത് ആൽക്കലിയിലല്ല, എന്നാൽ ആൽക്കലിന്റെ അടുത്ത് ആ ബോർഡറിലേക്കാണ്. വെള്ളം കുടിച്ചിട്ട് വല്ല വ്യത്യാസം തോന്നുന്നുണ്ടോ? നേരത്തെ നമ്മള് ഒരു സുഖമുണ്ട്, നേരത്തെ വെള്ളം നമ്മൾ കുടിച്ചേക്കണതിന്റെ ഒരു മിനറൽ വാട്ടറിന്റെ ടേസ്റ്റ് വന്നിട്ടില്ലേ? ഓക്കെ, അപ്പോ നമ്മുടെ വർക്ക് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള വർക്കുമായിട്ട് ഇനി വരുന്നവരെ ബൈ. താങ്ക് യു.